കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ പൊട്ടിത്തെറി. UDF കോട്ടയം ജില്ലാ ചെയർമാൻ സ്ഥാനം സജി മഞ്ചക്കടമ്പിൽ രാജിവെച്ചു. ജോസഫ് ഗ്രൂപ്പ് ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്. മോൻസ് ജോസഫ് MLA തന്നെ അപമാനിക്കുന്നുവെന്ന് സജി മഞ്ഞക്കടമ്പിൽ പറഞ്ഞു. ഞാൻ നിരുപാധികം രാജിവെക്കുന്നു. എനിക്ക് എൻ്റെ മാനസിക സമ്മർദ്ദം ഉണ്ടായി, എനിക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടായി, പല രക്തസമ്മർദ്ദം ഉണ്ടായി, അറ്റാക്ക് ഉണ്ടാകാതിരിക്കാൻ ഞാൻ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞ് രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് കേരള കോൺഗ്രസുമായും UDF ജില്ലാ ചെയർമാൻ സ്ഥാനവും എന്നുള്ള ആ ബന്ധം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. മോൻസ് ജോസഫ് എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ ഏകാധിപത്യവും അദ്ദേഹത്തിൻ്റെ അഹന്തയുമാണ് ഇതിന് കാരണം. പലവട്ടം അദ്ദേഹം എന്നെ ഭീഷണിപ്പെടുത്തി, ഞാനതൊക്കെ സഹിച്ചു. ഒരു ബൊമ്മ ജില്ലാ പ്രസിഡൻ്റായി തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ യാതൊരു പരിഗണനയും എനിക്ക് നൽകിയിട്ടില്ല. സനോജ് ചേരുന്നു കോട്ടയത്ത് നിന്ന്. സനോജ്, അവിടുത്തെ UDFൻ്റെ സ്ഥാനാർത്ഥിത്വം മോഹിച്ച് നിന്ന ആളാണ് സജി. അത് കിട്ടാതെ വന്നപ്പോൾ പിന്നീട് പ്രശ്നങ്ങളായി. ഇപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഈ രാജി? സനോജ്. ഷമി, ഇതിനെ അങ്ങനെ പറയാൻ കഴിയുകയില്ല. കാരണം ആ കാര്യങ്ങൾ മാത്രമല്ല ഇത്തരമൊരു രാജിയിൽ കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം ഈ തനിക്ക് കോട്ടയം പാർലമെൻറ്റിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെന്നുള്ള ഒരു താല്പര്യം സജി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യഘട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മാധ്യമങ്ങളുടെ മുമ്പിലാണ് സജി ഈ ആവശ്യം ഉന്നയിച്ചത്. അതിനുശേഷം പിന്നീട് പാർട്ടി നേതൃത്വവുമായി സഹകരിച്ചു പോവുകയായിരുന്നു. UDFൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടം മുതൽ തന്നെ സജിയും എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഉടലെടുത്തിരിക്കുന്ന പുതിയ ഗ്രൂപ്പ് വിഷയങ്ങളാണ് ഇത്തരമൊരു രാജിയിൽ കലാശിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത് സജിയിൽ അവസാനിക്കുന്ന ഒരു കാര്യമല്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളിൽ കടുത്ത വിഭാഗീയത രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് PJ ജോസഫ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ഇടപെടാത്ത ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ കടിഞ്ഞാൺ കയ്യിലൊതുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലാണ് മോൻസ് ജോസഫ്. മോൻസ് ജോസഫിൻ്റെ ഈ സമീപനം പാർട്ടിയിൽ കടുത്ത എതിർപ്പിന് ഇടയാക്കിയിട്ടുണ്ട്. സജിയെപ്പോലെ തന്നെ മുതിർന്ന സീനിയർ നേതാക്കളായിട്ടുള്ള പല ആളുകൾക്കും ജോസഫ് ഗ്രൂപ്പിലെ ഇപ്പോഴത്തെ നിലപാടിൽ ശക്തമായ അമർഷമുണ്ട്. ഈ മോൻസ് ജോസഫിൻ്റെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സജി മഞ്ഞക്കടമ്പൻ രാജിവെക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റും ഒപ്പം തന്നെ UDFൻ്റെ ജില്ലാ ചെയർമാനും കൂടിയാണ്. അങ്ങനെയുള്ള ഔദ്യോഗിക പദവിയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. UDFനെ സംബന്ധിച്ച് കോട്ടയത്തെ കടുത്ത മത്സരം നടക്കുമ്പോൾ പ്രത്യേകിച്ച് സിറ്റിംഗ് MP ചാഴിക്കാടൻ അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തന രംഗത്ത് ബഹുദൂരം മുന്നേറിക്കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് വന്ന ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിനു ശേഷം ജോസഫ് ഗ്രൂപ്പിൽ കടുത്ത വിഭാഗീയതയും എതിർപ്പുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം എതിർപ്പിനിടയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉണ്ടാകുന്നത്. ഈ സ്ഥാനാർത്ഥിത്വവുമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനത്തിൽ അവർ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇപ്പോൾ പാർട്ടിയിലെ വിഭാഗീയത മൂലം പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ സജിയെപ്പോലെ ഇത്തരത്തിൽ ജോസഫ് ഗ്രൂപ്പിലെ കടുത്ത അവഗണനയ്ക്കെതിരെ രാജിവെച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും UDF ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ച് ഇത് വലിയ പ്രതിരോധത്തിലാണ് ഈ സംഭവം എത്തിച്ചിട്ടുള്ളത്. ഷമ്മി. സനോജ്, നമുക്കറിയാം മാണി ഗ്രൂപ്പിൻ്റെ വലിയ നേതാവായിരുന്നു സജി. ഈ ബാർക്കോഴ കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മാണി സാറിന് വേണ്ടി ചാനൽ ചർച്ചകളിൽ ഇത്രയും ആക്റ്റീവായി നിന്നിരുന്ന മറ്റൊരു നേതാവില്ല. സജി ആ സമയത്ത് നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. അതിനുശേഷമാണ് അദ്ദേഹം പിന്നീട് ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ അദ്ദേഹത്തിന് നൽകിയ വാഗ്ദാനമായിരിക്കാം കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാം എന്നുള്ളത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് സനോജിനടക്കം പല പ്രാവശ്യം അദ്ദേഹം ബൈറ്റ് തരികയും എല്ലാം ചെയ്തിരുന്നു. അത് നടക്കാതെ വന്നപ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ രക്തസമ്മർദ്ദം വല്ലാതെ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഈ സമ്മർദ്ദം താങ്ങാൻ വഴിയാത്ത ഒരു അവസ്ഥയിലെത്തി. ഒപ്പം തന്നെ മോൻസ് ജോസഫുമായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ അദ്ദേഹം തുടർന്ന് രാഷ്ട്രീയത്തിൽ നിൽക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തി എന്ന് വേണം മനസ്സിലാക്കൽ. മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുമെന്ന സൂചന അദ്ദേഹം നൽകുന്നുണ്ടോ സനോജ്? ഷമ്മി, ഈ സജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സജിയുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഗ്രാഫ് പരിശോധിക്കുകയാണെങ്കിൽ എവിടെയാണോ നിൽക്കുന്നത് ആ നിൽക്കുന്ന ഇടത്ത് ശക്തമായി നിൽക്കുക എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം എല്ലാ കാലവും സ്വീകരിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൻ്റെ യൂത്ത് ഫ്രണ്ട് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി അദ്ദേഹം പ്രവർത്തിക്കുന്ന സമയത്ത് ശക്തമായ പ്രവർത്തനം ആ രംഗത്ത് അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നു. പ്രത്യേകിച്ച് ആ ഒരു നിൽക്കുന്ന പദവിയോട് ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് ആരെയൊക്കെ വെറുപ്പിക്കണമെങ്കിലും ആ കാര്യത്തിൽ തനിക്ക് ഒരു ആശങ്കയും ഭയവും ഇല്ല
എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നീട് കേരള കോൺഗ്രസ് ജോസഫും കേരള കോൺഗ്രസ് മാണിയും രണ്ട് പാർട്ടികളായി പിളരുമ്പോൾ ജോസഫ് വിഭാഗത്തിനൊപ്പം നിൽക്കുവാൻ അദ്ദേഹം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പല വാഗ്ദാനങ്ങളും ഒരുപക്ഷെ കിട്ടിയിട്ടുണ്ടാവാം. അതിനെ സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ പരസ്യമായി അദ്ദേഹം പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും അദ്ദേഹത്തെ പൂഞ്ഞാറിലേക്ക് പരിഗണിക്കാമെന്ന് ജോസഫ് വിഭാഗം നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ആ സീറ്റ് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പാർലമെൻറ്റിൽ അദ്ദേഹം ഒരു ക്ലെയിം ഉന്നയിച്ചുവെങ്കിൽ പോലും അദ്ദേഹം മത്സരിക്കാനുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നില്ല. അദ്ദേഹത്തിന് അടുത്ത നിയമസഭയിലാണെങ്കിൽ പോലും ഒരു സീറ്റ് കിട്ടണമെന്നുള്ള ഒരു അവകാശവാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത്തരമൊരു ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ സമയത്ത് പി ജോസഫുമായി ചർച്ച ചെയ്യുകയും പാർട്ടി നേതൃത്വവുമായി ചർച്ച നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം മുന്നിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു എതിർപ്പ് പാർട്ടിയിൽ ഉണ്ടാവുകയും പ്രത്യേകിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മോൻസ് ജോസഫ് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വികാരം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് സജി മഞ്ഞക്കടമ്പിന് മാത്രം ഉണ്ടാകുന്ന ഒരു വികാരമല്ല. പല നേതാക്കന്മാരും ഈ കാര്യത്തിൽ പല നേതാക്കന്മാരുടെയും പേരുവിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പോലും ആരുടെയും പേരുവിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തുവിടാൻ നമ്മൾ തയ്യാറാവുന്നില്ല. കാരണം ഈ ഇത്തരത്തിൽ മോൻസ് ജോസഫ് പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വ്യാപകമായ പരാതി ജോസഫ് വിഭാഗത്തിനിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ പൊട്ടിത്തെറിയിലേക്ക് വഴി തുറക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മുതിർന്ന നേതാക്കന്മാർ തന്നെയാണ് മോൻസ് ജോസഫിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ നിലയുറപ്പിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അവരും രാജിവെച്ചുകൊണ്ട് മോൻസ് ജോസഫിനോടുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പി ജെ ജോസഫിനെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ കോട്ടയത്തെ ജോസഫ് ഗ്രൂപ്പിൽ അതിശക്തമായ വിഭാഗീയത രൂപപ്പെട്ടിരിക്കുന്നു. മോൻസ് ജോസഫിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധമെന്ന നിലയിൽ സജി മഞ്ഞക്കടമ്പൻ അവിടെ രാജിവെച്ചിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്.